വിമാനം പറത്തണമെങ്കിൽ പൈലറ്റ് ലൈസൻസ് മാത്രം പോരാ, വിവാഹവും കഴിക്കണമെന്ന നിബന്ധന വന്നാൽ എന്തു ചെയ്യും? അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ ചാരവിമാനമായ SR-71 ബ്ലാക്ക് ബേർഡ് പറത്താനായിരുന്നു അമേരിക്കൻ എയർഫോഴ്സിൽ ഇത്തരം വിചിത്രമായ ഒരു നിബന്ധന ഉണ്ടായിരുന്നത്. അതിനൊരു പ്രത്യേക കാരണവും ഉണ്ടായിരുന്നു. മാക് 3.2 സ്പീഡിൽ ഏകദേശം 8000 അടി ഉയരത്തിൽ പറക്കാനുള്ള ശേഷി, റഡാറുകളുടെ കണ്ണുവെട്ടിക്കാനുള്ള ആന്റി സെൽത്ത് കേപ്പബിലിറ്റി, കരുത്തുറ്റ ടൈറ്റാനിയം എയർഫ്രെയിം തുടങ്ങിയ അനേകം സവിശേഷതകളുള്ള അമേരിക്കയ്ക്ക് അന്നുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റതും വേഗതയുള്ളതുമായ വിമാനമായിരുന്നു SR-71. ശീതയുദ്ധ കാലത്ത് നിർമ്മിക്കപ്പെട്ട SR-71ന്റെ മുഖ്യ ലക്ഷ്യം സോവിയറ്റ് യൂണിയന് മുകളിലൂടെ പറന്ന് ചിത്രങ്ങളെടുക്കുകയായിരുന്നു. നിരവധി തവണ ഇങ്ങനെ പറഞ്ഞിട്ടും നാളെ ഇതുവരെ ഒരു SR-71നെ പോലും വെടിവെച്ചിടാൻ സോവിയറ്റ് യൂണിയന് കഴിഞ്ഞിട്ടില്ല. ശീതയുദ്ധ കാലത്തെ സോവിയറ്റ് യൂണിയന്റെ കണ്ണിലെ കരടായിരുന്ന ഈ വിമാനത്തെ തകർക്കുകയോ SR-71ന്റെ രഹസ്യങ്ങൾ കൈമാറുകയോ ചെയ്യുന്നവർക്ക് സോവിയറ്റ് യൂണിയനിൽ പൗരത്വമടക്കമുള്ള മോഹന വാഗ്ദാനങ്ങളായിരുന്നു അക്കാലത്തെ സോവിയറ്റ് ഭരണ നേതൃത്വം വാഗ്ദാനം നൽകിയിരുന്നത്. SR-71ന്റെ രഹസ്യങ്ങൾ നഷ്ടപ്പെടുവാനുള്ള ഒരേയൊരു മാർഗം വിമാനം പറത്തുന്ന ക്രൂ തന്നെ വിമാനത്തെ പറത്തിക്കൊണ്ടുപോയി ശത്രുക്കൾക്ക് കൈമാറുക വഴി മാത്രമായിരുന്നു. ഇത്തരത്തിലൊരു സംഭവം 1976 സംഭവിച്ചിരുന്നു. അമേരിക്കൻ ചാരന്മാരുടെ പ്രേരണയ്ക്ക് വഴങ്ങി സോവിയറ്റ് യൂണിയനിലെ യുവ ഫൈറ്റർ പൈലറ്റായിരുന്ന വിക്ടർ ബെവലങ്കോ തന്റെ MiG-25 വിമാനം ഒരു പരീക്ഷണ പറക്കലിനിടെ സോവിയറ്റ് എയർഫോഴ്സിന്റെ കണ്ണുവെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന് ജപ്പാനിൽ ലാൻഡ് ചെയ്യുകയും വിമാനം അമേരിക്കൻ സൈന്യത്തിന് കൈമാറി പകരം അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു. ഇത്തരമൊരു ഗതികേട് തങ്ങളുടെ SR-71 വരാതിരിക്കാനാണ് വിമാനം പറത്തുന്നവരെല്ലാം തന്നെ വിവാഹിതരാകണമെന്ന് അമേരിക്ക തീരുമാനിച്ചതും ഈ സംഭവം മൂലമായിരുന്നു. കാരണം വിവാഹിതരും അമേരിക്കയിൽ കുടുംബവുമുള്ള ഒരാൾ ഒരിക്കലും അവരെ അമേരിക്കയിൽ ഉപേക്ഷിച്ച് ശത്രുരാജ്യത്തേക്ക് കടന്നുകളയില്ല എന്ന സിമ്പിൾ ലോജിക്കായിരുന്നു ഇതിനു പിന്നിൽ.